ഹലോ ഫ്രണ്ട്സ്, ബിയോണ്ട് ടെക്സ്റ്റ് ബുക്ക് എന്ന ചാനലിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് പലരും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. ചെമ്പകവും അല്ലെങ്കിൽ പ്ലാന്റ്സും പാമ്പുകളും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നുള്ളത്. കണക്ഷൻ ഉണ്ട്. അതിൽ തന്നെ പലരും ചോദിക്കുന്നതാണ് ചെമ്പകവും പാമ്പുകളും തമ്മിൽ കണക്ഷൻ ഉണ്ടോ. അപ്പോൾ അതറിയണമെങ്കിൽ നമ്മൾ ചെമ്പകത്തിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് അറിയണം. ചെമ്പകം വളരെ പ്രിമിറ്റീവ് ആയിട്ടൊരു ഫാമിലിയിലെ മെമ്പറാണ്. ചെമ്പകത്തിൻ്റെ സയൻറ്റിഫിക് നെയിം, ശാസ്ത്രീയ നാമം മൈക്കീലിയ ചെമ്പക അല്ലെങ്കിൽ മെഗ്നോലിയ ചെമ്പക എന്നാണ്. ഇതിൻ്റെ കുടുംബപ്പേര്, ഫാമിലി നെയിം മെഗ്നോലേസി എന്നാണ്. വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഫാമിലിയാണത്. ചെമ്പകത്തിൻ്റെ ലൈഫ് സ്പാൻ ഏകദേശം 80 തൊട്ട് 100 കൊല്ലം വരെ പോകുന്നതാണ് സയൻറ്റിസ്റ്റുകൾ പ്രൊപ്പോസ് ചെയ്യുന്നത്. 80 to 100 years. അതുപോലെ തന്നെ ഇതൊരു വലിയൊരു വൃക്ഷമായിട്ട് തീരും. പലപ്പോഴും ഇതിൻ്റെ സൈസ് 20 തൊട്ട് 30 മീറ്റർ വരെ അല്ലെങ്കിൽ 60 തൊട്ട് 90 ഫീറ്റ് വരെ പൊക്കം വരും. ഇതിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ള വീഡിയോയിലും ഇമേജിലൊക്കെ കാണുന്ന ചെമ്പകത്തിന് ഏകദേശം ഒരു 60 തൊട്ട് 90 കൊല്ലം വരെ ഏജ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ പലരും പറഞ്ഞത് 60 ഇല്ലെങ്കിലും ഒരു 45 കൊല്ലത്തിന് മുകളിൽ പ്രായം ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അതായത് ഏകദേശം അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ ആ ചെമ്പകം ചെടി 1964 ആണ് നട്ടതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി ഇതിൻ്റെ പൂക്കൾ നല്ല ഫ്രാഗ്രൻസ് ഉള്ള പൂക്കളാണ്. അതുകൊണ്ട് തന്നെ മറ്റു പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാറുണ്ട്. സാധാരണ നമ്മൾ കാണുന്നത് വെള്ളച്ചെമ്പകമാണ്. നമുക്ക് ചുവപ്പ് ചെമ്പകം അല്ലെങ്കിൽ ഓറഞ്ച് ചെമ്പകവും അവൈലബിൾ ആണ്. ഓറഞ്ച് ചെമ്പകം അത്ര കോമൺ അല്ല, വെള്ളയാണ് കൂടുതലും കാണാൻ പറ്റും. സാധാരണ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഈ സമയങ്ങളിലാണ് ഇത് മാസീവായിട്ട് ഫ്ലവർ ചെയ്യുക. അപ്പോൾ ഞാൻ ഇത് എടുക്കുമ്പോൾ എനിക്കൊരു ചെമ്പകത്തിൽ നിന്ന് ഒരു ഫ്ലവറാണ് കിട്ടിയത്. ഒരു 1.5 മാസം മുമ്പ് ഇതിൽ നിറച്ച് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു എന്നാണ് ആൾ പറഞ്ഞത്. ഇനി ചെമ്പകവും പാമ്പുകളും തമ്മിൽ വല്ല കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അതിന് കാരണം ഒരുവിധം പ്ലാന്റ്സിലൊക്കെ പരാഗണം നടത്തുന്നത് ഇൻസെക്റ്റുകളാണ്. ഹണി ബീസോ അങ്ങനത്തെ ഇൻസെക്റ്റുകളാണ് കൂടുതലും പരാഗണം നടത്തുക. ചില ചെടികളിൽ മറ്റു പല ഏജൻസും പരാഗണം നടത്തും. അപ്പം അതിൽ പാമ്പുകൾ പരാഗണം നടത്തുന്ന ഒരു ചെടിയാത്ര ഈ ചെമ്പകം. പല ചെടികൾ നടത്തുന്നുണ്ട്, അത്ര കോമൺ അല്ല. എന്നാലും ചെമ്പകത്തിൽ പാമ്പുകളും പരാഗണം നടത്തും എന്ന് ഒരു ആസ്പെക്റ്റ് ഉണ്ട്. അതിന് സയൻറ്റിഫിക് ആയിട്ട് പറയുന്ന പേരാണ് ഒഫിയോഫൈൻ. അപ്പം ഇതിനുള്ള 1-2 ക്ലൂ എന്ന് വേണമെങ്കിൽ പറയാം. എങ്ങനെയാണ് പാമ്പ് ഈ ചെടിയിലേക്ക് അട്രാക്റ്റഡ് ആവുന്നത്? ഈ ചെമ്പകം പോലെയുള്ള മരങ്ങൾ, പ്രത്യേകിച്ച് ചെമ്പകം ഒരു എവർഗ്രീൻ ട്രീ പോലെയാണ്. എപ്പോഴും അതിൽ നിറയെ ലീഫ് ഉണ്ടായിരിക്കും. അപ്പോൾ ജീവികൾക്ക് ഒളിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ ചെമ്പകം. കാരണം ഇലകൾ അത്രയും തിക്കാണ് അവരുടെ ഗ്രോത്ത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കയറിയിരിക്കാം. ഇതിൻ്റെ തടിയിൽ അവിടെ ഇവിടെയായിട്ട് വിള്ളലുകളും ഹോളുകളും വരും. ഞാൻ ആ ഫോട്ടോയിൽ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ അത് പാമ്പുകൾക്ക് ഒളിച്ചിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. പല പാമ്പുകളുടെയും കളറ് ഈ ചെമ്പകത്തിൻ്റെ പച്ചയും അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെമ്മിൻ്റെ കളറുമായിട്ട് യോജിച്ചു. അപ്പോൾ അവർക്കൊരു ഹൈഡിങ് അല്ലെങ്കിൽ ക്യാമഫ്ലാഗ് നടത്താൻ പറ്റിയൊരു സ്ഥലമാണ്. നല്ല പൊക്കം പോണതാണ് ഈ ചെമ്പകം. മുകളിലൊക്കെ പക്ഷികളും കീടങ്ങളൊക്കെ വന്നിരിക്കുമ്പോൾ പാമ്പുകൾക്ക് അതനുസരിച്ച് മുകളിൽ കയറി കഴിഞ്ഞാൽ അവർ ഈസി ആയിട്ട് ഭക്ഷണമായിട്ട് കഴിക്കും. ഇതുകൊണ്ടൊക്കെയാണ് ഇതിലേക്ക് പാമ്പുകൾ അട്രാക്ട് ചെയ്യാനുള്ള ഒരു കാരണം എന്ന്, അല്ലെങ്കിൽ പല കാരണങ്ങളിൽ ചിലത് എന്ന് ഒരു അസംഷൻ. അപ്പം അത് പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഒന്ന് അറിഞ്ഞിരിക്കുക. രാത്രി കാലങ്ങളിലൊക്കെ
ഇതുപോലെയുള്ള ചെടികൾ, ഇത്തരം ചെടികൾ അല്ലെങ്കിൽ വൃക്ഷങ്ങളുടെ അടിയിലേക്ക് പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇത്രേ വേണ്ടു. പാമ്പുകടി നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിൽ കിട്ടാം. പക്ഷേ ചെടികളുടെ ഇടയിലേക്കും അല്ലെങ്കിൽ അതിൻ്റെ അടിയിലേക്കൊക്കെ, പ്രത്യേകിച്ച് മരങ്ങളുടെ അടിയിലേക്ക് പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. വേറെ പ്രശ്നങ്ങളുണ്ടായിട്ടല്ല, നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ലതാണ്. നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വിഷയമായി അടുത്ത എപ്പിസോഡിൽ